ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. നമ്മുടെ കഴിഞ്ഞ ദിവസം നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ, കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ജോബ്, കയ്യിലൊരു ബിരുദമുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റുന്ന ഒരു എക്സാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വന്നിരിക്കുന്നു, നോട്ടിഫിക്കേഷൻ 30/4/2025 വന്നിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ 4. അത്രയും അങ്ങോട്ടൊന്നും പോവാതെ എപ്പോഴാണോ ആക്റ്റീവ് ആകുന്നത് അന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷ സമർപ്പിച്ച് തുടങ്ങുക. അപ്പോൾ ഇതെന്താണ്, കേരള പോലീസ് സർവീസിലാണ് നിങ്ങൾക്ക് ജോബ് വരുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കാണ് ജോബ് വരുന്നത്. ഇതിൻ്റെ സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസീസ് എന്ന് പറയുന്നത് നമുക്ക് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിൻ്റെ യൂണിഫോം ധരിക്കേണ്ട, ട്രെയിനിങ് ഇല്ല, അതുപോലെ എന്താണ് ഫിസിക്കൽ ഇല്ല, മെഡിക്കൽ ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ അംഗവൈകല്യങ്ങൾ, കണ്ണിന് കണ്ണട വെക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനും പറ്റും, ഈ ഒരു സർവീസിൽ തുടരാനും സാധിക്കും അല്ലേ. ഇപ്പോൾ കേരള പോലീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫിസിക്കൽ ചെയ്യണം, അതുപോലെ ട്രെയിനിങ് ഉണ്ട്, 2 മാസത്തെ ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സർവീസിലേക്ക് നമ്മൾ കയറുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ഫിസിക്കൽ ഇല്ല, മെഡിക്കൽ ഇല്ല, അതുപോലെ എന്ത് ചെയ്യാണ്, യൂണിഫോം ധരിക്കേണ്ട, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ട്. അതുപോലെ ഇൻ്റർവ്യൂ ഇല്ല. അതും ഇതിൻ്റെ എന്താണ് ഏറ്റവും നല്ലൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് എന്താണ്, നിങ്ങൾ മെയിൻസിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നോ അതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാന ഘടകം. മെയിൻസിൽ നിങ്ങൾ ഏറ്റവും മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോബിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വളരെ അധികമാണ്. കാരണം എന്താണ്, വെയിറ്റേജ് കൂടി കയറി വരുന്നവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. ഇത് അല്ലാത്തവർക്കെല്ലാം എന്താണ്, മെയിൻസിൻ്റെ മാർക്ക് അനുസരിച്ചാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ജോബ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ജോബാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിരുദ വിദ്യാർത്ഥിക്ക് കിട്ടാൻ പോകുന്ന വളരെ നല്ലൊരു ഗവൺമെൻറ് ജോബാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. കാരണം ഇതൊരു ഓഫീസ് ജോബാണ്, റിസ്കുകൾ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസറുടെക്കാൾ റിസ്കുകളൊക്കെ വളരെ കുറവുള്ള ഒരു ജോബ് ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ഓടിച്ചു പോകാം. അപ്പോൾ ഇതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്, കേരള പോലീസ് സർവീസസ്. അതുപോലെ നെയിം ഓഫ് പോസ്റ്റ് എന്താണ്, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, SBCID. ഇതിൻ്റെ ഗസറ്റഡ് കാറ്റഗറി നമ്പർ ഓർത്ത് വെച്ചോളൂ, 17/2025. 17/2025. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നല്ലൊരു പാക്കേജ് തന്നെയാണ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയത് കാറ്റഗറി നമ്പർ 17/2025. അതുപോലെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ് ജൂൺ 4. അത്രയൊന്നും പോവാതെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ നോക്കുക. അതുപോലെ ഇതിൻ്റെ പേരെന്താണ്, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്. സാലറി സ്കെയിൽ എന്ന് പറയുന്നതോ 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്ട്രക്ചർ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് അറിയാലോ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ്, അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഏജ് ലിമിറ്റ്. 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അപ്പോൾ ഇതിൽ 2നും ജനിച്ചാൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അതുപോലെ 1/1/2007 ജനിച്ച കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ഇവിടെ ഏജ് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, കയ്യിലൊരു ഡിഗ്രി കൂടി വേണം. അപ്പോൾ അത് രണ്ടും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ പ്രത്യേക നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു യൂണിവേഴ്സിറ്റി അംഗീകൃത ബിരുദമായിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഓർക്കുക. ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്, നിങ്ങൾക്ക് 3 വർഷത്തിൽ ആദ്യത്തെ 2 വർഷം എന്താണ്, പ്രൊബേഷൻ പീരീഡ് ആണ്. സർവീസിലിരിക്കുന്ന ആദ്യത്തെ 3 വർഷത്തിൽ 2 വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ് ആണ്. പിന്നീട് എന്താണ്, ഇതിനും എങ്ങനെയാണ്, റിട്ടൺ ടെസ്റ്റ് ആണ്. എങ്ങനെയാണ് റിട്ടൺ ടെസ്റ്റ് വരുന്നത്, അത് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നോക്കാം. എന്താണ്, പ്രിലിംസും മെയിൻസും എന്ന 2 ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ വരുന്നത്.
പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. മെയിൻസിൽ നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് ലഭിക്കുന്നത് അതാണ് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കുന്ന മാർക്ക്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ഏറ്റവും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താ, പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നത് കൂടാതെ എന്ത് ചെയ്യുക, മെയിൻസ് നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് ടോപ്പിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്